താങ്കൾ ചെയർപേഴ്സണൊക്കെ ആയിരുന്നാണല്ലോ. ഇപ്പൊ എല്ലാ താലൂക്കിലും പഞ്ചായത്തിലും ഇപ്പൊ ഈ പ്രശ്നമുണ്ട്. പകൽ വീടെന്നൊക്കെ പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് ആൾക്കാർ മാറിക്കഴിഞ്ഞു അല്ലേ? ഈ വൃദ്ധസദനങ്ങൾ പറയുന്നത് ഒരു സാമൂഹ്യ പ്രശ്നം മാത്രമല്ല, അതൊരു കുടുംബ വ്യവസ്ഥയിലുണ്ടായ മാറ്റത്തിന്റെ ഭാഗം കൂടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മുമ്പ് കൂട്ടുകുടുംബങ്ങൾ, പിന്നീട് അത് അണുകുടുംബങ്ങളായി. അണുകുടുംബം വന്നു കഴിയുമ്പം ആളുകൾക്ക് മക്കളൊക്കെ വിദേശത്തേക്ക് പോകുന്നു, സ്നേഹക്കുറവും ഒരു അവഗണന അനുഭവിക്കുന്നത് പോലെ. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വൃദ്ധസദനങ്ങൾ, നല്ലതായിട്ട് പ്രവർത്തിക്കുന്ന വൃദ്ധസദനങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ അല്ലാതെയും പ്രവർത്തിക്കുന്ന വൃദ്ധസദനങ്ങളുണ്ട്. വൃദ്ധസദനത്തിൽ നമുക്ക് സ്ഥിരമായ ഭക്ഷണം ലഭിക്കുന്നു, ആരോഗ്യ പരിപാലനം, ഒരു നല്ലൊരു ജീവിതം, ഒരേ പ്രായത്തിലുള്ളവരെ കാണുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരിക്കലും അത് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തിന് പകരമാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനൊരു കാര്യം, എൻ്റെ ഒരു അനുഭവം, ഞാൻ കോളേജിൽ പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത് ACS കോളേജ് ശ്രീകണ്ഠാപുരം. ഇപ്പൊ എൻ്റെ ഒരു അനുഭവം, നമ്മൾ സാധാരണ വിചാരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി അവർ നല്ല രീതിയിലെത്തി, പക്ഷെ നമ്മൾ ഒരിക്കലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നില്ല. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ വിചാരിച്ചു, എന്തായാലും തൃശ്ശൂരൊക്കെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു എമൗണ്ട് ഒക്കെ കൊടുത്താൽ, തൃശ്ശൂർ നല്ല പല സ്ഥലത്തും നല്ല വൃദ്ധസദനങ്ങൾ ഉണ്ട്, കുറച്ചുകൂടെ വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ അവിടെ പോവാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊന്ന് അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ അയൽപ്പക്കത്തുള്ള 1-2 പേരൊക്കെ പോയി നോക്കിയത് കൊണ്ട് ഒന്ന് നോക്കാം. കാരണം അവിടെ ഒരു ഹോം നേഴ്സ്, നമ്മളെ വയസ്സാകുമ്പോൾ അസുഖം വന്നാൽ നോക്കാൻ ഡോക്ടർ, ഹോം നേഴ്സ് ഉണ്ടാവും. നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്കവിടെ. അപ്പം ഞാനത് അങ്ങനെ ഒന്ന് പോയി നോക്കി തിരിച്ചു വന്ന്, അത് ഞങ്ങളുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവർ 2 പേരും ഡോക്ടേഴ്സാണ്. അവരോട് പറഞ്ഞ് അവരറിയാനിടയായി ഞങ്ങളിങ്ങനെ പോയതൊക്കെ. അവർ പറഞ്ഞ ഒരു കാരണവശാലും അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല, ഞങ്ങൾ നോക്കിക്കോളും, എന്ത് വന്നാലും അവർ തീരുമാനം എടുത്തു. അങ്ങോട്ട് പോവാൻ പാടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.